എല്ലാവർക്കും നമസ്കാരം. സുഖം എല്ലാവർക്കും. നമ്മൾ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട വസ്തിമമ്മി കാണിച്ചു തന്നിട്ടുള്ളത് വെക്കേഷൻ കാലത്ത് കുട്ടികളെ പിടിച്ചിരുത്താൻ പറ്റിയ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ബ്രൈഡഡ് ബ്രെഡാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ബ്രൈഡഡ് ബ്രെഡ് ഇതിനു മുമ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുള്ള സ്റ്റഫിങ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരേ സാധനം വ്യത്യസ്ത രൂപത്തിലാവുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ, നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ രൂപവും ഭാവവും മാറുമ്പോൾ അതിൻ്റെ ടേസ്റ്റിന് ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഇന്ന് നമുക്ക് നമ്മളെ പ്രിയപ്പെട്ട വസ്തുക്കൾ കാണിച്ചു തന്നിട്ടുള്ളത് നല്ല ഭംഗിയിലുള്ള ഒരു ചന്തമുള്ള ഒരു ബ്രൈഡഡ് ബ്രെഡാണ് കാണിച്ചു തന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റഫിങ് നമുക്ക് നോൺ വേണമെങ്കിൽ നമുക്ക് നോൺ ഉണ്ടാക്കാം, വെജ് വേണമെങ്കിൽ നമുക്ക് വെജ് ഉണ്ടാക്കാം. അതെല്ലാം നമ്മളുടെ ചോയ്സാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിൻ്റെ കൂട്ടിൽ ഒട്ടും തന്നെ വെള്ളമില്ലാതെ വേണം നമ്മളത് ചെയ്തെടുക്കാൻ. അത്ര മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ബോക്സ് നോക്കാൻ മറക്കരുത്, അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഇത് ഞാൻ വീണ്ടും ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. കാരണം ഇതിന്റെ മെഷർമെന്റ് ഒക്കെ കറക്റ്റ് ആയാലേ നമുക്ക് നന്നായിട്ട് ഒരു ബ്രൈഡഡ് ബ്രെഡ് വീട്ടിൽ ഉണ്ടാക്കാനും പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് തന്നെയും ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാൻ മറക്കരുത് കേട്ടോ. നമ്മളുടെ പ്രിയപ്പെട്ട വസ്തുക്കളിൽ കാണിച്ചു തന്നിട്ടുള്ള ഈ ബ്രൈഡഡ് ബ്രെഡ് വീഡിയോയിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. സൂപ്പർ ബ്രൈഡഡ് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: മൈദ, ഈസ്റ്റ്, പഞ്ചസാര, സാൾട്ട്, മിൽക്ക് പൗഡർ, പാല്, ബട്ടർ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഒരു വലിയ പാത്രം എടുക്കുക. ആ പാത്രത്തിലേക്ക് അളന്ന് വെച്ച മൈദ ഇട്ട് കൊടുക്കുക. ആ മൈദയിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. എപ്പോഴും ഈസ്റ്റ് എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ മിൽക്ക് പൗഡർ, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. നമ്മൾ അളന്ന് വെച്ച പാലുണ്ടല്ലോ, ആ പാലിലേക്ക് അളന്ന് വെച്ച പഞ്ചസാര നന്നായിട്ടൊന്ന് ഇളക്കി അലിയിപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് അലിഞ്ഞു വരട്ടെ. പഞ്ചസാര അലിഞ്ഞു. ഇനി നമ്മൾ എടുത്തു വെച്ച പൊടികളുണ്ടല്ലോ, അതും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഇളക്കി കൊടുത്ത പൊടിയിലേക്ക് നമ്മൾ എടുത്തു വെച്ച പാല് കുറേശ്ശെ പൊടിയെല്ലാം നനയുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് കുഴയ്ക്കേണ്ട, ഒന്ന് കറപറാന്ന് പറഞ്ഞിട്ടൊന്ന് ഇളക്കി എടുത്താൽ മതി കേട്ടോ. എന്നിട്ടത് 10 മിനിറ്റ് ഓട്ടലൈസിങ്ങിന് വെക്കണേ. അതായത് നമ്മൾ പാലെല്ലാം ഒഴിച്ച് നന്നായിട്ടൊന്ന് കറപറാന്ന് ഇളക്കിയെടുത്ത ശേഷം 10 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. ഓട്ടലൈസ് ചെയ്ത നമ്മളുടെ ബാറ്റർ നല്ലൊരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ബട്ടറൊക്കെ പുരട്ടി കൊടുത്തിട്ട് ആ ബാറ്റർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കയ്യിലും കുറച്ച് ബട്ടർ പുരട്ടിയിട്ട് നന്നായിട്ട് വലിച്ചും അടിച്ചും നന്നായിട്ടൊരു 15 മിനിറ്റ് കുഴയ്ക്കണം കേട്ടോ. ഈ കുഴയ്ക്കുന്നതിന് യാതൊരു കോംപ്രമൈസും ഇല്ല. നന്നായിട്ട് നീട്ടി വലിച്ച് കുഴച്ചാൽ തന്നെ ബ്രെഡ് നന്നാവുള്ളൂ. ഒരു 15 മിനിറ്റോളം നമ്മൾ ഇതുപോലെ കുഴയ്ക്കണം കേട്ടോ. അന്ന് നമ്മൾ കഠിനമായ പണിയൊന്നും ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് തന്നെ നല്ല എക്സസൈസുള്ള ഒരു കാര്യമാണ് കേട്ടോ. കയ്യിന് നല്ല എക്സസൈസാണേ. ഇനി നമുക്ക് വയ്യാന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു സ്റ്റാൻഡ് മിക്സർ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇതാണെന്ന് വെച്ചാൽ ഒരു 6-7 മിനിറ്റ് കൊണ്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ച് കിട്ടും. ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് ബട്ടർ പുരട്ടി കൊടുക്കുക. നമ്മൾ കുഴച്ചെടുത്ത ബാറ്റർ ഉണ്ടല്ലോ, അത് അതിലേക്ക് വെച്ച് കൊടുക്കുക. നല്ല റൗണ്ടാക്കി അതിലേക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലും ബട്ടർ പുരട്ടി കൊടുക്കുക. ബട്ടർ പുരട്ടിയില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകുള്ളൂ കേട്ടോ. ഇനി 1.5 മണിക്കൂർ പ്രൂഫിങ്ങിന് വെക്കണേ. ഫസ്റ്റ് പ്രൂഫിങ്ങിന് വെക്കണേ കേട്ടോ. അതായത് ഓഫ് ചെയ്ത ഓവനിലേക്ക് വെക്കുക. 1.5 മണിക്കൂർ കഴിഞ്ഞാൽ ഇതുപോലെ ഡബിൾ ആവും. നടുവിലൊരു കുഴി കുഴിച്ചാൽ അത് അത്ര പെട്ടെന്ന് മൂടി വരില്ല. അതുകൊണ്ട് അത് ഫസ്റ്റ് പ്രൂഫിങ് കഴിഞ്ഞു തന്നെയാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഒരു സിലിക്കോൺ ഷീറ്റ് എടുക്കുക. അതിലേക്ക് നമ്മളുടെ ബാറ്റർ ഇട്ട് കൊടുക്കുക. നല്ല സോഫ്റ്റായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കുറച്ച് പൊടിയെല്ലാം പുരട്ടി നന്നായിട്ട് സോഫ്റ്റായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. കുഴക്കിയല്ല, ഉരുട്ടിയെടുക്കുക. നമുക്ക് എത്ര ബോൾസ് വേണോ അതിനനുസരിച്ചിട്ട് നമ്മളതിനെ ഒരേ അളവിൽ മുറിച്ചെടുക്കുക കേട്ടോ. 6 8 എത്രയോ വേണ്ടച്ചാൽ അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമ്മളിതുപോലെ ഉരുളകളാക്കി എടുക്കുക കേട്ടോ. ഇതുപോലെ ഉരുളകളാക്കിയിട്ട് ഒരു 10 മിനിറ്റ് നല്ലൊരു ടവൽ വെച്ചിട്ട് മൂടി വയ്ക്കുക കേട്ടോ.
ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് അതവിടെ വയ്ക്കുക. നല്ലൊരു കിച്ചൺ ടവലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്ന സ്റ്റഫിങ് നമുക്ക് ഉണ്ടാക്കാം. സ്റ്റഫിങ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണോ നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒട്ടും തന്നെ വെള്ളം പാടില്ല കേട്ടോ. നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടാവണം. അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലൊരു സിലിക്കോൺ ഷീറ്റിൽ നമ്മൾ ഏത് ഷേപ്പിലാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ പരത്തിയെടുക്കണം. നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പിൽ പരത്തിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഡിസൈൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞാൽ കൊളാവും. അത് കാരണം നിങ്ങൾ തന്നെ ഇത് കണ്ടോളൂ കേട്ടോ. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ ഉണ്ടാക്കണമെന്നുള്ളത് കേട്ടോ. നമ്മളൊരു സൈഡിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുത്തു. ഇതുപോലെ ഒരേ അളവിൽ ഇങ്ങനെ വീതി കൂടിയ റിബണാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ വീഡിയോ ശരിക്കും കണ്ടോളൂ കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. നമ്മൾ ഇതിന് മുമ്പ് വേറെ 2 ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. സൈഡിൽ കൂടെയൊക്കെ ഇതുപോലെ വെള്ളം തൊട്ട് കൊടുക്കണേ, അപ്പോൾ നന്നായിട്ട് ഒട്ടിയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. വെള്ളം വെച്ചിട്ട് 4 പാടും ഇങ്ങനെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. ഒരു റിബൺ അങ്ങോട്ടും ഒരു റിബൺ ഇങ്ങോട്ടും. ഇത് നമ്മളെ കയ്യിലൊക്കെ പിടിച്ച് കഴിക്കാൻ വളരെ എളുപ്പമാണ്. ഒരുപാട് വലുതല്ലല്ലോ. നമുക്കിത് പഫ്സൊക്കെ കഴിക്കണ പോലെ കഴിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലത്തെ സ്റ്റഫിങ് നോൺ വേണമെങ്കിൽ നോൺ, വെജ് വേണമെങ്കിൽ വെജ്, എന്താണോ എത്ര മസാല വേണം അതൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. നോക്കൂ, കാണാൻ നല്ല ഭംഗിയില്ലേ കാണാൻ. എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണേ. കാണാൻ നല്ല ഭംഗിയില്ലേ. ഒന്നും കൂടി കാണിക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് കണ്ടോളൂ. ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് പുറത്തേക്ക് വരില്ല. ഇത്തിരി വെള്ളം തൊട്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ചെയ്തോളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് സെക്കൻഡ് പ്രൂഫിങ്ങിനാണ് വെക്കേണ്ടത് കേട്ടോ. അത് 30 മിനിറ്റ് വെക്കണേ. നമ്മൾ ആദ്യം വെച്ചില്ലേ ഓഫ് ചെയ്ത മൈക്രോവേവിൽ, അതുപോലെ 30 മിനിറ്റ് വെക്കുക കേട്ടോ. ഓഫ് ചെയ്ത മൈക്രോവേവിൽ ഓവനിൽ നമ്മൾ 30 മിനിറ്റ് വെക്കണം കേട്ടോ. 30 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ ഓവനിൽ നിന്ന് അതെടുത്തു. ഇനി മിൽക്ക് വാഷ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭംഗിക്കും ടേസ്റ്റ് കൂട്ടാനൊക്കെ ആയിട്ട് ചിയ സീഡ്സും ഇട്ട് കൊടുക്കുക. ഈ സമയം കൊണ്ട് നമ്മളുടെ ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ 10 മിനിറ്റ് വെക്കണം. ഇതിൻ്റെ ബേക്കിംഗ് ടൈം 20 to 30 മിനിറ്റാണ് വരുന്നത്, 20 to 30 മിനിറ്റ്സ്. പക്ഷേ ഓരോരുത്തരുടെ ഓവൻ ഓരോ രീതിയിലായിരിക്കും അതിൻ്റെ ചൂട്. അതുകൊണ്ട് നമ്മുടെ ഓവൻ്റെ അവസ്ഥ നമുക്കേ അറിയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ നോക്കി ചെയ്യാൻ കേട്ടോ. എന്തായാലും 20 to 30 മിനിറ്റ്സാണ് ബേക്കിംഗ് ടൈം വരുന്നത്. പകുതി സമയമാവുമ്പോൾ ഫ്രണ്ട് പോർഷൻ ബാക്കിലേക്കും ബാക്ക് പോർഷൻ ഫ്രണ്ടിലേക്കും ആക്കി വെക്കാൻ മറക്കല്ലേ. അപ്പോഴാണ് ഒരേ പോലെ അത് ബേക്കായി കിട്ടുള്ളൂ. അതിൻ്റെ ക്രസ്റ്റ് കണ്ടു ഗോൾഡൻ ബ്രൗൺ കളറിലായി കഴിഞ്ഞാൽ നമുക്കത് പുറത്തേക്ക് എടുക്കാം. ആ ചൂടോട് കൂടി തന്നെ നമുക്ക് ബട്ടർ അതിൻ്റെ മുകളിലൊന്ന് പരട്ടി കൊടുക്കാം. ക്രസ്റ്റ് നല്ല സോഫ്റ്റ് ആവും, നല്ല ഷൈൻ കിട്ടും, നല്ല ഗ്ലേസിങ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ കണ്ടില്ലേ ഒരു മുരാന്നുണ്ടാവും അതിൻ്റെ ക്രസ്റ്റ് മോൾ ഭാഗമൊക്കെ അല്ലേ. നല്ല നല്ല എന്താ പറയുക ക്രഞ്ചി ആയിട്ടുണ്ടാവും കേട്ടോ. നമുക്കത് ചൂടാറാൻ ഒരു സ്റ്റാൻഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ നമ്മളുടെ ബ്രെയ്ഡഡ് ബ്രെഡ് കണ്ടില്ലേ, അസ്സലായിട്ടില്ലേ. ശരിക്കും നമുക്ക് കയ്യിലൊക്കെ പിടിച്ച് കഴിക്കാവുന്ന രീതിയിലുള്ള ബ്രെയ്ഡഡ് ബ്രെഡാണ് നമ്മളുടെ മാമി ഇന്ന് കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മളുടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, താങ്ക് യു.